വെള്ളമൊക്കെ വറ്റി. ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കോട? ഭയങ്കര കോട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിത് വന്നിരിക്കുന്നത് ഒരു വലിയ പാറക്കെട്ടും മലയും ഒക്കെയുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ മൈക്ക് വീണുപോയി. അത് നമ്മുടെ മാഹിക്കാരൻ എടുത്തു തരിക. അതെങ്ങനെ വീണുപോയി? പോക്കറ്റിൽ നിന്ന് ചാടിയതാ. ഇത് പോയിരുന്നെങ്കിൽ ഇതുണ്ട. നമ്മൾ ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഡ്രോണിൻ്റെ വിഷ്വൽ എടുക്കാൻ പറ്റില്ല. കാറ്റ്, ഭയങ്കര കാറ്റ്. അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു. കണ്ടോ, നല്ല സൂപ്പർ സ്ഥലമാണ് ഇത്. ഈ സൈഡിലും കുളം, ഈ സൈഡിലും കുളം. വേണ്ട, നമ്മളിഞ്ഞൊരു മലയുടെ മുകളിലോട്ടാണ് കയറി പോണത്. അടിപൊളി സൺസെറ്റ് ഉണ്ട് കേട്ടോ. സൺസെറ്റ് കാണുന്നുണ്ടോ? നമുക്ക് കണ്ടുണ്ടോ? സെറ്റപ്പ് സൺസെറ്റാണ്. എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം അല്ലേ. നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇതേണ്ട, വായിക്കാരൻ അവിടെ ഇരുന്നിട്ട് ഫുള്ള് ഷൂട്ടിങ്ങോ. ഇതേ കണ്ട, ഇതാണ് നമ്മുടെ ഏരിയ കേട്ടോ. അതൊരു പാറയാണ്, ഒരു പാറക്കെട്ടാണ്. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോയിട്ട് അവിടെ ആകുമ്പോൾ ടെൻറ്റ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി ടെൻറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട്, കാറ്റില്ലെങ്കിൽ ഡ്രോണും കൊണ്ടൊരു വിഷ്വലെടുത്ത് ഇവിടെ കാണിക്കാം. പക്ഷെ കാറ്റാണ്. ഇത് കണ്ടോ, താഴോട്ടൊരു കുഴിയാണ്. എന്തായാലും സംഭവം സെറ്റാട്ടോ സ്ഥലം. എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? സെറ്റല്ലേ? എവിടെ വെക്കുന്ന ടെൻറ്റ്? നല്ല നിരന്ന അടിപൊളി സ്ഥലമാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ ടെൻറ്റ് വെച്ച് സെറ്റാക്കാൻ പോവാണ്. ഇവിടെ തന്നെ വെക്കാം അല്ലേ? കത്തിയോ? അയ്യോ, കത്തിരുത്തില്ലല്ലോ. അതെ, പുല്ലില്ലാത്ത സ്ഥലമല്ലേ അവിടെ വെച്ചൂടെ? പുല്ലില്ലാത്ത സ്ഥലമല്ലേ ഞാൻ വെക്കണ പോലെ ഈ പാറപ്പുറത്തെ. നമ്മുടെ റാന്തൽ വർക്കും കൂടി തൂക്കിയിടാം അല്ലേ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറകെടുക്കാൻ പോവുക. അയ്യോ, ഇതിപ്പോൾ എവിടെ തൂക്കുക? ഇവിടെ വെക്കേണ്ടി വരും അല്ലേ. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായി. നമ്മുടെ മാഹിക്കാരനെ അവിടെ സെറ്റാക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി കുറച്ച് വിറക് ഇവിടുന്ന് തന്നെ പെറുക്കിയിട്ട് വരാം, ഇരുട്ടാണതിന് മുമ്പേ. നോക്കാം അല്ലേ. വിറക് ഉണങ്ങിയത് ഉണ്ടാവും, പക്ഷേ ഇതൊക്കെ ഉണങ്ങിയതല്ലോ. ഇതൊക്കെ അങ്ങ് എടുക്കാം അല്ലേ, കത്തിപ്പിടിക്കാൻ. തൽക്കാലം അത് മതിയില്ലേ.
നമ്മുടെ ഫസ്റ്റ് പരിപാടി തന്നെ തീ കത്തിക്കലാണ്. അത് കത്തിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ വിറകൊക്കെ നനഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ മഴ ചെയ്തിട്ടാക്കി. അയ്യോ, ഇനി നമുക്ക് ഫുഡിനുള്ള പരിപാടി നോക്കാം. സംഭവം മലേൻ്റെ മുകളിലാണെങ്കിലും നല്ല ചൂടാണ് ഇവിടെ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതേ നമ്മൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശകലേ ഉള്ളൂ. ചിക്കൻ പാത്രത്തിനകത്തിട്ട് നല്ലോണം കഴുകുക. അത് കഴിഞ്ഞിട്ട് ഇത് 2 ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, 2 സവാള, അതിൽ 1 സവാള മതിയാവും, പിന്നെ ഒരു തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതിട്ടിട്ട് വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ മാഹിക്കാരൻ്റെ ഒരു ഐഡിയ ആണ്. പിന്നെ ഹിന്ദിക്കാരൊക്കെ കഴിക്കുന്ന ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നമ്മൾ കപ്പ ബിരിയാണി വെക്കണ പോലെ കിഴങ്ങിട്ടിട്ട് ചിക്കനിലിട്ട് വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കാം അല്ലേ. ഞാൻ ഫുഡ് റെഡി ആക്കട്ടെ? അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവ് ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കാം അല്ലേ. ഇത് നമ്മുടെ മാഹിക്കാരൻ്റെ പാത്രമാണ്. നമുക്കെന്തായാലും ഈ സാധനം തൊലി കളയണില്ല കേട്ടോ. തൊലി കളയാതെ വൃത്തിയായിട്ട് കഴുകിയാൽ മതി. ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയായിട്ട് കഴുകുന്നേ ഉള്ളൂ, തൊലി കളയില്ല. പിന്നെ ഒരു സവാള എടുക്കണം, വെളുത്തുള്ളി എടുക്കണം, പച്ചമുളക് എടുക്കണം, ഒരു തക്കാളി എടുക്കണം. അപ്പോൾ ഇതെന്തായാലും വൃത്തിയായിട്ട് കഴുകട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഇത് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ഇവിടെ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങെടുത്തിട്ട് എവിടെ കത്തി കിഴങ്ങെടുത്തിട്ട് മുറിക്കുക. നമ്മൾ ഈ കപ്പ ബിരിയാണി തിന്നിട്ടുണ്ട്, കിഴങ്ങ് ബിരിയാണി ഇതുവരെ തിന്നിട്ടില്ല. അപ്പോൾ കിഴങ്ങ് ബിരിയാണിയാണ് ഈ പാത്രത്തിൽ കൊള്ളൂലേ എല്ലാം കൂടി. അയ്യോ, ഒരു തക്കാളി വേണം. ഇതെല്ലാം സെറ്റായി. ഇനി ഒന്ന് കത്തിച്ച് സെറ്റാക്കി കൊടുക്കാം അല്ലേ. കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഫുള്ളായി.
അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കിഴങ്ങ് ബിരിയാണി കേട്ടോ. ഉരുളക്കിഴങ്ങ് ബിരിയാണി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ആരും കഴിച്ചു കാണാൻ സാധ്യതയില്ല. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരിക്കും. ഈ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് എടുത്ത് വെച്ചാൽ അതും സെറ്റായി. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല നല്ല വ്യൂ കേട്ടോ. നല്ല സ്റ്റാർ പോലെ ഉണ്ട്. താഴത്തു കൂടെ റോഡ് പോകുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് പടക്കം പൊട്ടുന്നുണ്ടല്ലോ. അത് കാണുന്നുണ്ടോടാ? കുറേ ലോങ് ആണത്. അത് അത്ര ചെറുതായിട്ട് കാണണേ. അങ്ങൊരു സ്ഥലത്ത് പടക്കം പൊട്ടുന്നുണ്ട്. അത് കാണുന്നുണ്ടോന്ന് അറിയില്ല നമ്മുടെ ക്യാമറയിൽ. അതോ അവിടെ ചെറുതായിട്ട് പടക്കം പൊട്ടുന്നുണ്ട്. കുറേ ദൂരെയാണ് കേട്ടോ. അത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണിത്. പക്ഷേ ചെറുതായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. ഒരു ചെറിയ മിന്നൽ പോലെ കാണുന്നുണ്ട. അതങ്ങ് എവിടെയോ ദൂരെ ഒരു സ്ഥലത്ത് പിന്നെ പള്ളിപ്പെരുന്നാൾ എന്തോ നടക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി നല്ല മണം വരുന്നുണ്ടല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? അയ്യോ, ഇതൊക്കെ എപ്പോൾ വേവാനാ? അതിൽ വേവും ഇത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് വിളിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഒരുപാട് നമ്മൾ ഇതേപോലെ ഒക്കെ മലേൻ്റെ മേളിലും കാട്ടിലൊക്കെ ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ, സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഞാനും നമ്മുടെ മാഹിക്കാരനും കൂടി ചെറിയൊരു പ്ലാനിങ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതായത് ഒരു പാക്കേജ് പോലെ. അതായത് മലേൻ്റെ മേളിലാണെങ്കിൽ അങ്ങനെ, പിന്നെ ടെൻറ്റ് സ്റ്റേ കേട്ടോ, ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. അപ്പോൾ പിന്നെ വില്ലാസും ഇതൊക്കെ കുറേ ഉണ്ട് ഇവിടെ. അതൊക്കെ കിട്ടും നമുക്ക്. പക്ഷേ നമ്മളെ ഒരു പ്ലാനിങ്ങിലുള്ളത് ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. അത് നല്ല സേഫ്റ്റി ആയിട്ട് ടെൻറ്റ് വെച്ച് ഇതേപോലെ മലേൻ്റെ മേളിൽ ക്യാമ്പ് ചെയ്യുക. പിന്നെ അതുപോലെ ക്യാമ്പ് ഫയർ ചെയ്യുക. പിന്നെ കോഴി ചുട്ടീനെ പൊരിച്ചീനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഞാനും നമ്മുടെ മാഹിക്കാരനും കൂടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒരു പ്ലാനിങ്ങിലായി ഏകദേശം സക്സസ് ആയി വരികയാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ മലേൻ്റെ മേളിലോ കാട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യം, ഇങ്ങനെ ഈ ടെൻറ്റ് ക്യാമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മാഹിക്കാരൻ്റെ മെസ്സേജ് അയച്ചാലും മതി, എന്നെ അയച്ചാലും മതി. അപ്പോൾ നമ്മളൊരു പാക്കേജ് പോലെ ചെറിയ രീതിയിൽ, വലിയൊരു ഇതൊന്നും അല്ല, ചെറിയ രീതിയിൽ നമുക്കൊരു അവരുടെ കൂടെ നമ്മളും വേണമെങ്കിൽ ക്യാമ്പ് കൂടാം. പിന്നെ അവർക്ക് സ്വന്തം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ കൂടെ ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാഹിക്കാരൻ്റെ നമ്പറിലോ എൻ്റെ നമ്പറിലോ ഇങ്ങനെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണ്ട പോലെ ആലോചിച്ചിട്ട് നല്ല സ്ഥലത്ത്, സേഫായ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഞാനും ഇപ്പോൾ മാഹിക്കാരനും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടായി എങ്കിലും ഞാനിതൊന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചാണ്. എന്താ വെച്ചാൽ നമ്മളെ നമ്പർ അതിനകത്ത് വെച്ചുകൊണ്ട് ഒരുപാട് പേര് ഇതിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനും അത് ചെയ്യാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് ചെയ്യണമൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്ക് വേണമെങ്കിലും വന്ന് നമ്മുടെ കൂടെ ക്യാമ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ടെൻ്റ് ഉണ്ട്, ഒറ്റയ്ക്ക് വേണമെങ്കിൽ താമസിക്കാം. പിന്നെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ല നമ്മൾ കൊണ്ടുപോവുക, സേഫായ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ക്യാമ്പ് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാഹിക്കാരനെയോ എന്നെയോ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ചിക്കൻ കറി ആവട്ടെ അല്ലേ. കുറച്ചുകൂടി വിറക് എടുത്തിട്ട് വന്നാലോ. കുറച്ചും കൂടെ വിറക് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് പോരാ, എങ്കിലും കിട്ടിയത് അങ്ങ് എടുത്തോ. നമ്മുടെ ചിക്കൻ എന്തായി? വെള്ളമൊക്കെ വറ്റിയല്ലോ. അയ്യോ, വെള്ളമൊക്കെ വറ്റി. ഇതിപ്പോൾ ശരിക്കും കിഴങ്ങേറി പോലെ ആയില്ലേ. ഒരു ചപ്പാത്തി വല്ലതും വേണമായിരുന്നു അല്ലേ.
ആയി അടിപൊളി. മതിയില്ലേ ഇറക്കൊക്കെ അല്ലെങ്കിൽ കരിയില്ലേ. അവിടെ കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ചാൽ സംഭവം സെറ്റ്. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ. ഓ അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഫുഡായി ബാ. ഓ ഫുഡൊക്കെ എപ്പോഴേ ആയി. നീ ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ ആയില്ലടാ. ഇതിപ്പോ ചിക്കൻ കറി പോലെ ആയി. ചിക്കൻ കറി പോലെ ആയത്. എന്താക്കിയത്? ചിക്കൻ അല്ലേ? ചിക്കനും അയ്യോ നീ പറഞ്ഞ പോലെ കിഴങ്ങ് ബിരിയാണി. വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇരിക്ക്. എന്താ സുഖം. കട്ടൻ ചായ കുറച്ച് വെച്ചോ. ഇല്ല അതിനില്ല കഴിഞ്ഞു. കുറച്ച് തണുപ്പുണ്ടല്ലേ? ഇപ്പൊ തണുത്ത കാറ്റടിക്കണ്ടല്ലേ? കാറ്റ് മെഞ്ഞാന്ന് നല്ല മഴ പെയ്തിട്ടില്ല അല്ലേ? മെഞ്ഞാന്ന് ഇന്നല്ല, മെഞ്ഞാന്ന് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടേ നിനക്ക്. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചേട്ടാ. എന്താ ഇത് കറി പോലെ ആയില്ലേ? ഞാൻ കുറച്ച് മറ്റേ ഫ്രൈ പോലത്തെ എന്തായാലും കഴിക്കുക. അത്ര തന്നെ. അത് അത്ര മതി, കുറേ ആയിട്ടല്ല. അത് മതി, അത്രേ തരുള്ളൂ. കഴിച്ചു നോക്ക്. ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി വേണമായിരുന്നു അല്ലേ? എന്നാ നീ പറഞ്ഞ ബിരിയാണി ആയനെ. അതെ, സംഭവം ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ കൂടെ ചപ്പാത്തി വല്ലതും വേണമായിരുന്നു അല്ലേ? എന്താ വേണ്ട, എനിക്കിങ്ങനെ മതി. ഞാനിപ്പോൾ ചപ്പാത്തി പൊറോട്ട അങ്ങനെയൊന്നും കഴിക്കാറില്ല. അതിന് ഇപ്പം വാങ്ങിയാൽ തന്നെ 1.5 പൊറോട്ട അല്ല 2 പൊറോട്ട, അതിൽ കൂടുതൽ കഴിക്കില്ല. നിൻ്റെ കയ്യിൽ വേറെ കുടിക്കണുള്ളല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇനി ഉറങ്ങല്ലേ? ഇത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ പോയിരിക്കുക. അവിടെ പോയി ഇരുന്ന് കുറച്ച് കാറ്റ് കൊള്ളാം ആദ്യം. എന്തേ ഈച്ച വേണോ? തുള്ള ചാടി വായി കയറിയോ? ഇല്ലില്ല, ഈനുണ്ടായിരുന്നു. അത് സാറില്ല, വിറ്റാമിനല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കട്ടെ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ചു നേരം കാറ്റും കൊണ്ട് വർത്താനം പറഞ്ഞ് നമുക്കൊരു പാട്ടൊക്കെ പാടി
നീ പാട്ട് പാടില്ലേ നല്ല ഹിന്ദി പാട്ട്? പാട്ട് പാടില്ല, ഞാൻ ഡാൻസ് കളിക്കും. ബോക്സ് അതൊക്കെ ഒതുക്കാല്ലേ? കുറച്ചുകൂടി വിറകുണ്ട്, അതുകൂടി കത്തിക്കണം. അതുകൂടി കത്തിക്കാം, കത്തിച്ചിട്ട് കൂടി ഡാൻസ് കളിക്കാം. ഡാൻസ് നീ കളിക്കുമോ? നമുക്ക് മറ്റേ ആദിവാസി ഡാൻസ്. ഞാൻ കളിക്കില്ല, ഡാൻസൊന്നും ഞാൻ കളിക്കില്ല. നീ കളിച്ചാൽ ഞാൻ കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. മാഹിക്കാരൻ സ്റ്റൂള് കൊണ്ടുപോയില്ല, സ്റ്റൂളും തിരഞ്ഞു വരും ഇപ്പോൾ. നമ്മളിതിൻ്റെ താഴ്ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല സ്റ്റാർ കത്തി നിൽക്കുന്ന പോലെ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടൗണുകളും പിന്നെ വീടുകളും അതിൻ്റെയൊക്കെ ലൈറ്റിങ് ഇങ്ങനെ നല്ല രസമുണ്ട്. നമ്മുടെ ക്യാമറയിൽ അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി താഴെ പാറപ്പുറത്ത് അങ്ങനെ കിടക്കാമല്ലേ? ഉറക്കം വരുമ്പോൾ നമുക്ക് ടെൻറ്റിൽ വന്ന് കിടക്കാം. എന്തായാലും ടെൻറ്റൊക്കെ ഒന്ന് അടച്ചിട്ട് സെറ്റാക്കാം അല്ലേ? ഇപ്പോൾ ലൈറ്റ് എടുത്ത് ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കാം. എന്താ സുഖം, അടിപൊളി. ഓ ശരിക്കും എന്താ സുഖം എന്നറിയാം ഇവിടെ. നമുക്ക് ശരിക്കും ടെൻറ്റിൽ കിടക്കണേക്കാൾ സുഖമാണ് ഈ പാറയുടെ ഇവിടെ. പാറയ്ക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ഈ വെയിലിൻ്റെ. കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് പോവും. പിന്നെ ശരിക്കും ടെൻറ്റിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടെങ്കിൽ ആ മാറ്റ് വിരിച്ച് ഇവിടെ തന്നെ കിടക്കാം. നല്ല സുഖമാണ്, നല്ല കാറ്റും, എന്തൊരു സുഖം, അടിപൊളി. ഇതുപോലെ പാറയുടെ മുകളിലൊക്കെ ടെൻറ്റ് വെച്ച് ക്യാമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റപ്പാക്കി തരാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടുള്ളവരുണ്ടാവുമല്ലോ, ആർക്ക് വേണമെങ്കിലും വരാം, വിളിക്കാം കേട്ടോ. എന്തായാലും പാറയുടെ ചൂട്ടിൽ കുറച്ച് നേരം എന്താ സുഖം, അടിപൊളി. അപ്പം ഞാനെന്തായാലും ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ പോകണം കുറച്ച് നേരം. എന്നിട്ട് നല്ലോണം തണുപ്പാകുമ്പോഴേ ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ബാക്കി രാവിലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ ഇപ്പം കിടന്നാൽ നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോവും, പെട്ടെന്ന് ഉറങ്ങും. ടെൻറ്റിനേക്കാളും സുഖം ഇവിടെയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താ കോട നോക്ക്, ഇങ്ങനെ പുക പോണ പോലെ പാറിക്കൊണ്ട് കിടക്കുകയാണ്. ഒന്നും കാണാൻ വയ്യ, നല്ല കോട. പിന്നെ ഇന്നലെ രാത്രിയാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേയൊക്കെ നനഞ്ഞു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ വലിയ മഴ പെയ്തില്ല. പക്ഷെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. എന്താ കോട അല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കോട? ഭയങ്കര കോട. എന്താ കോട നോക്കും, മഞ്ഞ് പുക പോലെ വരിക അല്ലേ? നനയാണ് മേല്.
എന്താ കൂടല്ലേ? ഭയങ്കര കൂടാ. നമുക്ക് പതുക്കെ പോയാലോ ഇവിടുന്ന്? ഇവിടുന്ന് ഞാൻ സ്ഥലം വിടുക. ടെന്റും എല്ലാം നഞ്ഞിട്ടുള്ള, സ്ലീപ്പിംഗ് ബാഗ് പോലും നഞ്ഞിട്ടാണ്. ആ ഉള്ളിൽ അടിയിലും എല്ലാം നഞ്ഞി. നമുക്ക് എന്തായാലും വീട്ടിൽ പതുക്കെ പോവാല്ലേ? അപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടെ. എനിക്ക് പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സമയപ്പോൾ 6:30 മണി ആയിട്ടില്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 6:30 ആയോ? 6:30 ആയിട്ടില്ല. 6:15, 6:20 ആയി. നമ്മുടെ ഈ ബാഗിൻ്റെ ഈ സൈഡൊക്കെ കുറേശ്ശെ നനഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ പാറൻ്റെ അടിയിൽ കൂടി ചെറുതായിട്ട് വെള്ളം വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നനഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കട്ടൻ ചായ ഇടാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ പതുക്കെ വിടുകയാണ്. അതുപോലെ മഞ്ഞാണ്. മഞ്ഞായതുകൊണ്ടല്ല, പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങാൻ ചെറിയൊരു ഇടങ്ങാറുണ്ടായിരുന്നു. ഈ മഴച്ചാറ്റിലായതുകൊണ്ട് കിരിന്ന് പിന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങില്ലെങ്കിലും ഈ സൈഡിൽ നിന്നുള്ള ഇങ്ങനെ ഒരു നീരാവി പോലെ ഇങ്ങനെ എൻ്റെ ഉള്ളിലോട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങളിതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ വിടാനുള്ള പരിപാടിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യട്ടാ. ഓക്കെ, നമുക്ക് വിട്ടാലോ? ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടേ പാറ കുത്തിയിട്ട് പുറമൊക്കെ ഉണ്ടല്ലോ ഒരു പരിപ്പ് വയ്ക്കണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിടാനുള്ള പരിപാടിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അല്ലേ? നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണൂലേ? ആ അപ്പോൾ ഓക്കെ.